കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഗ്രൗണ്ടിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തിയത് ഓർമ്മയ്ക്കുണ്ടാവും. നമ്മുടെ ഇടഭാഗമായ ശ്രീ ബെന്നി ഓടയ്ക്കൽ സാർ, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു മിമിക്രി നമ്മൾ ആസ്വദിക്കുകയുണ്ടായി. ഇന്നും അദ്ദേഹം നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റു ചില ഐറ്റങ്ങളുമായി. എന്നാൽ അന്ന് അദ്ദേഹം ആ വേദിയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട മിമിക്രി, ആ മിമിക്രി ഇന്ന് ലോകോത്തര തലങ്ങളിലേക്ക് കടന്നു വരുവാൻ കോമഡി ഉത്സവം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കീരമ്പാറ ഇടവകയെ സംബന്ധിച്ച് അഭിനന്ദനത്തിന് അർഹമായ ഒരു കാര്യം തന്നെയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കീരമ്പാറിനെ യശസ് വരുത്തിയ ശ്രീ ബെന്നി സാറിനെ നമുക്ക് കൈയടിച്ച വേദിയിലേക്ക് ഒരിക്കൽ കൂടി പ്രോഗ്രാമിനായി ക്ഷണിക്കാം. വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, കഴിഞ്ഞ വർഷം കാൽവരി യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് വാർഷികത്തിന് ഞാൻ അവതരിപ്പിച്ച ചെറിയൊരു പരിപാടിയാണ് അച്ഛൻ എന്നെ നിർബന്ധിച്ച് ഇവിടെ ഈ ഇടവ വാർഷികത്തിന് അവതരിപ്പിച്ചത്. അത് ഈ ജോൺസൺ കറുവപ്പള്ളി അത് യൂട്യൂബിലിട്ട് വൈറലാക്കി അവസാനം ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി ഉത്സവം പരിപാടിയിലെത്തി. അതിന് ഈ അച്ഛനോടും അരങ്ങച്ചനോടും ജോൺസണോടും കടപ്പാടും നന്ദിയും ആദ്യം അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടി നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഫ്ലവേഴ്സ് ടിവിയുടെ യൂട്യൂബ് ചാനലിലും FB ബുക്കിലുമായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പരിപാടി കണ്ടു കഴിഞ്ഞു. നിങ്ങളും ആ പരിപാടി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അത് ഇനിയിപ്പോൾ അവതരിപ്പിച്ച് കാര്യമില്ല. പുതിയ ചില ചെറിയ ശബ്ദങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വീണ്ടും തന്നെ എത്തിരിക്കുകയാണ്. നമ്മുടെ പരിസരത്ത് കാണുന്ന ചില ശബ്ദങ്ങൾ. ആദ്യം ഒരു അണ്ണാൻ്റെ ശബ്ദം. താറാവ്. ഒരു കോഴിക്കുഞ്ഞെ പിടിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കുഞ്ഞെ അറിയുന്നു. നത്ത് ചെറിയ പക്ഷിയാണ്. പേരുകൊണ്ട് ഭീകരനായ പക്ഷി കാലക്കോഴി എന്ന് പറയും. ഒരു പാവം മൂങ്ങയാണ്. ആ മൂങ്ങയുടെ ശബ്ദം. ആന ചിഹ്നം വിളിക്കുന്നത്. പാമ്പ് തവളയെ പിടിക്കുമ്പോൾ ആ തവളയുടെ ദയനീയമായ കാഴ്ച. ഇഷ്ടപ്പെടുന്ന കൈവിചാരമുണ്ട്. നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും. ഒരു മൊബൈൽ ഫോൺ സൈലന്റ് ആക്കിയിട്ട് അത് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൻ്റെ ശബ്ദം. നമ്മുടെ ഇവിടെ പഴയ ജനറേറ്റർ ഉണ്ട്. അത് തോമസ് ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ശബ്ദമാണ്. പഴയൊരു വാദ്യോപകരണം ഉടുക്കുന്ന സാധനമാണ്. ഉടുക്ക് കിട്ടുന്നു. ചിലർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ മാക്സിമം ബോട്ടം എടുത്തത് ചോര വരെ ഊറ്റി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ കറവ് പറ്റാതായത് ആടിനെ കറക്കുന്ന അത് കഴുകിയെടുക്കാം. പഴയകാലത്തെ വെടിക്കെട്ട് പുതിയ തലമുറയ്ക്ക് ഒരു പരിചയം ഉണ്ടാവില്ല. ആ പഴയകാലത്തെ വെടിക്കെട്ടിൻ്റെ ഒരു ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
താങ്ക് യു സർ. മനോഹരമായ മിമിക്രിയിലൂടെ ഞങ്ങളെ ആനന്ദിപ്പിച്ച സാറിന് ഇത്ര കൈയ്യടി കൊടുത്താൽ പോരാ അല്ലേ? നല്ലൊരു കൈയ്യടി കൊടുക്കണ്ടേ? അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ മനോഹരമായിട്ട് അവതരിപ്പിച്ചു, ഈ വർഷം അതിലും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. ഈ വർഷം നമുക്ക് സാറിനെ ആദരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്, അത്യാവശ്യമാണ്. സാറിനെ നമുക്കൊരു മൊമെന്റോ നൽകി ആദരിക്കാം. ബഹുമാനപ്പെട്ട കലറ ക്ലാസിനെ മൊമെന്റോ നൽകാൻ അച്ഛനോട് ഏറ്റവും ആസ്വദിച്ചെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഏതായാലും ഇനിയും ധാരാളം മിമിക്രി വേദികൾ കൈയടക്കുവാൻ, അനേകം ആളുകളുടെ ഇമ്പമാർന്ന ആസ്വാദനങ്ങൾ അല്ലെങ്കിൽ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ ബഹുമാനപ്പെട്ട ബെന്നി സാറിന് കഴിയട്ടെ എന്ന് തിരുമാറ ഇടവകയുടെ പേരിൽ സ്നേഹാദരങ്ങളോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടെ, നിറഞ്ഞ കൈയ്യടിയോടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്നൊക്കെ ഒരു അധ്യാപകനല്ലേ, ഒരു കലാരംഗത്ത് വളർന്നു വരുന്ന അധ്യാപകൻ, ഇദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് നമുക്കറിയാം കലയ്ക്ക് പ്രായമില്ല. ഈ പ്രായത്തിൽ കൊച്ചു കൊച്ചു സ്വരങ്ങൾ കൽപ്പിച്ചുകൊണ്ട് കോമഡി ഉത്സവത്തിലൂടെ ലോക ഹൃദയം കീഴടക്കിയ അദ്ദേഹം ദശലക്ഷക്കണക്കിന് ആളുകളുടെ സന്തോഷം പങ്കിട്ട അദ്ദേഹത്തിന് കിരമ്പാറ ഇടവകയുടെ പാരിഷ് പേരിലുള്ള അഭിനന്ദനങ്ങൾ സ്നേഹാദരോടെ അർപ്പിക്കുന്നു. താങ്ക് യു സർ.